أمته فله أجر ميت شهيد شفيعنا رسول الله നാമം കൊണ്ടിരക്കുന്ന നമസ്കാരം പാലേ ലക്ഷ്യം നൽവിറിയ കോലോമിയ ഹക്കീമായോനേ കേമത്തിൽ സ്ഥലം അർശം കുർസും ലൗഹാടങ്ങളും ചേമത്തിൽ തെളിനോ ജോമോ അമൈത കോനേ കമറും ശംസാദാദിന്റെ മൻസിലയിൽ ചലിപ്പിക്കും കദറുകൾ കോറിക്കുന്ന കദീറായോനേ ഭൂമിയിൽ ബനുആദം അതിർപ്പത്തെ പാടച്ചോനെ ബഹുമാനം ഹസനാട്ടിൽ സ്തുതിച്ചുള്ളോനേ ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ പുണ്യഭവനത്തിൽ നാം ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് ഇതുപോലെ നാളെ അവന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബ മിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും നീ പൊറുക്കണം റബ്ബേ. അല്ലാഹുവേ, അവരുടെ മരണപ്പെട്ടു പോയവരിൽ അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങൾ നീ സ്വർഗമാക്കണം അല്ലാഹ്, ഹയാത്തുള്ള ഖബറുകളാക്കണം അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം റബ്ബേ. ഈ നാട്ടിൽ നിന്നും ഈ വർഷം ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളെയും കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണം അല്ലാഹ്. അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണം അല്ലാഹ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണം അല്ലാഹ്. പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും കൊടുക്കണം റഹ്മാനേ. ഈ ഫാനൊന്ന് ഓഫ് ചെയ്തേ. പ്രസംഗം തീരുമ്പോഴാണ് ഭയങ്കര ഒരു അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിന് എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കരുത്ത് നൽകി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന 2-3 കുടുംബങ്ങൾ അല്ലാഹു അവർക്ക് സർവ്വവിധ ആയുരാരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രധാനപ്പെട്ട നമ്മുടെ വെള്ളക്കിണറ്റം ഷാനവാസം കുടുംബവും, അതുപോലെ നമ്മുടെ മുൻ പ്രസിഡന്റ് ചേറാടി മൂല ഫരീദ് സാഹിബും കുടുംബവും, അതുപോലെ നമ്മുടെ മാലിയ ഇബ്രാഹിം സാഹിബും കുടുംബവും, പിന്നെ നമ്മുടെ അലിഹാർ സാറ്, അല്ലാഹു തആല പോകുന്നവർക്കെല്ലാം നല്ല ഖൈറും ബറക്കത്തും ആഫിയത്തും ആരോഗ്യവും ഹിദായത്തും തഖ്വയും അല്ലാഹു കൊടുക്കുമാറാവട്ടെ. ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്യൽ പ്രത്യേക സുന്നത്താണ്. കാരണം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെ അല്ലാഹു പുറത്തു കൊടുക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ പുറത്തു കൊടുക്കാൻ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യൽ സുന്നത്താണ്. കാരണം നമ്മുടെ പ്രതിനിധിയായിട്ട് ലക്ഷോപലക്ഷം ആളുകൾ ഇന്ത്യ രാജ്യത്തു നിന്നല്ല, ലോകത്തിന്റെ എല്ലാ രാജ്യത്തു നിന്നും കഅബാലയത്തിൽ വരുമ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പോയ ആളുകൾ നമ്മുടെ പ്രതിനിധികളാണ്. അപ്പൊ അവർക്ക് വേണ്ടി നന്നായി ദുആ ചെയ്യല് സുന്നത്താണ്. അങ്ങനെ ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവന് പുറത്തു കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പോകുന്നവരിൽ എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി അതിലുള്ള ഹിക്മത്ത്. നമ്മൾ ചില ആൾക്കാർ ഉംറയ്ക്ക് പോകും, അല്ലെങ്കിൽ ഹജ്ജിന് പോകും, ചിലപ്പോ എന്തെങ്കിലും ബാധ്യതകൾ, മനുഷ്യരുമായിട്ടുള്ള ബാധ്യതകൾ തീർക്കാതെ ചിലപ്പോ ഹജ്ജിന് പോണവരാണെങ്കിൽ അത് കേൾക്കുമ്പോ തന്നെ പറയും അവന് ഒടുക്കത്തെ പോക്ക്, അവസാന പോക്ക്, പോകില്ല.
ഇവിടത്തെ കാര്യം അവിടുത്തെ കാര്യമാണ്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അള്ളാഹു എല്ലാവർക്കും നല്ല ഇസ്സത്തും തഖ്വയും ആഫിയത്തൊക്കെ നൽകട്ടെ. അപ്പൊ ചിലര് പറയൂ, അവൻ ഇനി ഹജ്ജിന് പോയിട്ട് എന്തിനാ എന്റെ പൈസ തരാൻ കിടക്കുക, എനിക്ക് തരാൻ കിടക്കുക അവൻ ലക്ഷങ്ങള്, പിന്നെ അവൻ ഹജ്ജിനല്ല ഇനി എവിടെ പോയി മക്കത്ത് പോയിട്ട് മക്കം കൂടി പെടുക്കാനാവുമ്പോ. അങ്ങനെയല്ല, ഹജ്ജിന് ഉംറയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖാണ്. എല്ലാവർക്കും ഒന്നും അതിന് സാധിക്കില്ല. പിന്നെയും പോയവർ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ബഹുമാന്യ വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ ഇക്കരക്കുടിയിൽ അലിയാർ സാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ. എത്രയോ തവണയാണ് ആ പുണ്യഭൂമിയിൽ പോയി കാൽച്ചുവട്ടി അവിടെ ദുആ ചെയ്ത് കഅബാലയം കണ്ട് തവാഫ് ചെയ്ത് മടങ്ങാനുള്ള ഭാഗ്യം എല്ലാവർക്കും അതിന് കഴിയില്ല. ഏത് വിധേനയായിക്കോട്ടെ അല്ലാഹു തആല ആ മണ്ണിൽ ചവിട്ടാനുള്ള തൗഫീഖ് തന്നെ അത് മഹാഭാഗ്യമാണ്. 1,75,000 പേരാണ് ഇപ്രാവശ്യം ഇന്ത്യ രാജ്യത്ത് നിന്ന് ഹജ്ജിനായി പോകുന്നത്. പല ഇടപെടലും മന്ത്രിമാരുടെയും ഭരണകർത്താക്കളുടെയും നിരന്തരമായ സൗദി ഗവൺമെന്റുമായിട്ടുള്ള ഇടപെടലും അവരുടെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണം ഇന്ത്യ രാജ്യത്ത് നിന്ന് എല്ലാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ഇപ്രാവശ്യമാണ് 1,75,000-ലധികം ആളുകൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് പോകുന്നു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ രാജ്യത്തു നിന്നും വരുന്നവർക്ക് പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി വരുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഹജ്ജിന് പോകാത്തവർ പോകാനുള്ള നിയ്യത്ത് എപ്പോഴും ഉണ്ടാവണം. ഹജ്ജിന് പോകാൻ ആഗ്രഹമില്ലാത്തവനും അവൻ ആഗ്രഹിക്കണം, എനിക്ക് ആ പുണ്യഭൂമിയിൽ ഒന്ന് പോകണമല്ലോ റബ്ബേ എന്നുള്ള ആഗ്രഹത്തോടു കൂടി വേണം അവൻ ജീവിക്കാൻ. ചില ആളുകളുണ്ട്, ഞാൻ പാവമാണ്, അതുകൊണ്ട് എനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല. ദാരിദ്ര്യം എന്നത് നബി തങ്ങൾ പറയുന്നു, ദാരിദ്ര്യം കുഫ്രിയത്തിലേക്കാണ്. ഷഫീഉനാ റസൂലുള്ളാഹി. ഇന്നലെ മെയ് ദിനമായിരുന്നല്ലേ? മെയ് ദിനമായിരുന്നു ഇന്നലെ. ലോക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? തൊഴിലിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്, വളരെ സുതാര്യമാണ്. ഇസ്ലാമിന്റെ തൊഴിലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ചെറുപ്പക്കാരായ യുവാക്കൾ ജോലിക്ക് പോകാതിരുന്നാൽ അവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെടും. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പെട്ടുകഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, 3 കാര്യങ്ങൾ അവനെ വേട്ടയാടുന്നതാണ്. യുവാക്കളായ കല്യാണം കഴിച്ച കുടുംബം പോറ്റുന്ന ചെറുപ്പക്കാർ അവരുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി അധ്വാനിച്ചില്ല എങ്കിൽ ദാരിദ്ര്യമെന്ന മഹാവിപത്ത് അവനെ പിടികൂടുന്നതിലൂടെ 3 കാര്യങ്ങൾ അവനെ ബാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് പറഞ്ഞുതരാം. അപ്പൊ യുവാക്കൾ, കുട്ടികളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ എത്രയോ വിദ്യാഭ്യാസം നിങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുമോ അത്രത്തോളം വിദ്യ നിങ്ങൾ നുകരാൻ ശ്രമിക്കണം. യുവാക്കളോട് പറയുന്നത് നിങ്ങൾ നല്ല ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാനുതകുന്ന ജോലിയിൽ നിങ്ങൾ വ്യാപൃതരാവണം. ഇന്ന് ഹലാലല്ലാത്ത ഇഷ്ടം പോലെ ജോലികളുണ്ട്. മെയ് അനങ്ങാതെ ഏതെങ്കിലും ഒരു ലഹരി വസ്തു ഇന്ന സ്പോട്ടിൽ നിന്ന് ഇന്ന സ്പോട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ ഇടനിലക്കാരന് കിട്ടും അവന്റെ അക്കൗണ്ടിൽ 50,000. ഒരു പണിയും ചെയ്തില്ല. 10 തവണ പോകുമ്പോഴോ ചിലപ്പോ ഒരു തവണ പോലീസോ എക്സൈസോ പിടിക്കുന്നത്. ഇങ്ങനെ മെയ് അനങ്ങാതെ ഇതിന്റെ ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോയി ഇന്ന പോയിന്റുകളിൽ എത്തിക്കുന്ന ആളുകൾക്ക് നിശ്ചിത തുക പല യുവാക്കളും ഇന്ന് അതിനടിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാക്കുമാറാവട്ടെ. അനുവദനീയമല്ലാത്ത പൈസ കൊണ്ട് ഹജ്ജിന് ചെന്നാൽ, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച പൈസ കൊണ്ട് ഒരാൾ ഹജ്ജിന് ചെന്നാൽ അവിടെ ചെന്നാലും അവൻ വഷളാവും. ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച പൈസ കൊണ്ടല്ലാതെ ഒരാളും പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് പോകരുത്. അവിടെ ചെന്നാൽ മസ്ജിദുൽ ഹറാം എന്നുള്ളത് നിരോധിത മേഖലയാണ്.
നിരോധിത മേഖലയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? നിരോധിത മേഖലയാണ്. എല്ലാ ഹറാമുകൾക്കും ഇവിടെ ഇങ്ങോട്ട് പ്രവേശനം പോലുമില്ല. അമുസ്ലിമിന് അങ്ങോട്ട് പ്രവേശനമില്ല, മുശ്രിക്കിന് അങ്ങോട്ട് പ്രവേശനമില്ല, കാഫിരീങ്ങൾക്കും അങ്ങോട്ട് പ്രവേശനമില്ല. ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ച അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി പോയവരെയാണ് അവർ സ്വീകരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹലാലായ മാർഗത്തിലൂടെ അല്ലാതെ ഒരാൾ സമ്പാദിച്ച മക്കത്ത് എന്ന് ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ആ ഹജ്ജ് കൊണ്ട് അവന് ദുൽമല്ലാതെ വേറെ ഒന്നുണ്ട്. നബി തങ്ങൾ പഠിപ്പിച്ചു, 3 രീതിയിലാണ് ഹജ്ജിന് പോകുന്നവരെ വിളിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി കേട്ട് പോയവരുണ്ടല്ലോ, ആ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജും ഉംറയും നിർവഹിക്കുക മാത്രമല്ല, അതിനുശേഷം അവരതാ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് ദീർഘകാലം നല്ല സൂക്ഷ്മതയോടെ നല്ല ഭയഭക്തിയോടെ ഒരുപാട് കാലം മുഅ്മിനീങ്ങളുടെ കൂടെ അവർ ജീവിക്കുന്നു. ജിബ്രീൽ വിളിക്കും, പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ ജിബ്രീലിന്റെ വിളി കേട്ടാണ് പോയതെങ്കിൽ പൊന്നു മുസ്ലിമേ, അവൻ മക്ക രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടന്നവൻ മരണപ്പെടുമെന്നാണ് സാക്ഷാൽ ഇബ്ലീസ് വിളിക്കുന്നതാണ്. ഹജ്ജിന് പോകാൻ ഇബ്ലീസാണ് വിളിച്ചത്. ഇബ്ലീസിന്റെ വിളി കേട്ടുകൊണ്ടാണ് അവൻ പോയതെങ്കിൽ ഹജ്ജിന് പോയത് ഏതൊരു രീതിയിലാണോ അവൻ ഹജ്ജിന് പോയത്, അതിനേക്കാൾ മോശമായി ഹറാമായത് ഭക്ഷിച്ച് പലിശ കഴിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് ഏറ്റവും മോശമായ രീതിയിൽ ഈ ദുനിയാവിൽ അവൻ ജീവിച്ച് മരിച്ചു പോകുമെന്നാണ്. അതുകൊണ്ട് 3 രീതിയിലാണ് ഹജ്ജിന് വിളി വരുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ വിളി കേട്ടുകൊണ്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അലം തറ ഖുർആൻ പറയുന്നു സൂറത്ത് ഇബ്രാഹിമിലൂടെ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. സൂറത്തുൽ ഇബ്രാഹിമിൽ അല്ലാഹു തആല പറയുന്നു, അലം തറ കൈഫ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ, ഷഹാദത്ത് കലിമയെ അല്ലാഹു തആല ഉപമിച്ചത് ഒരു വൃക്ഷത്തോടാണ്. പരിശുദ്ധമായ കലിമത്തു തയ്യിബയെ അല്ലാഹു തആല ഉപമിച്ചത് ലോകത്തുള്ള മുഴുവൻ തൊഴിലാളികളും ഒരു ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസമാണ് മെയ് 1. അതുമായി ബന്ധപ്പെട്ട് ലോകത്തെമ്പാടും വൈവിധ്യങ്ങളായ പരിപാടികൾ നടക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കുഗ്രാമങ്ങളിൽ അന്തർദേശീയ തലങ്ങൾ വരെ, നമ്മുടെ നാട് മുതൽ അന്തർദേശീയ തലങ്ങൾ വരെ ഒരുപാട് തൊഴിലിനെ കുറിച്ചുള്ളതായ ലഘുലേഖകളും അതിനെ കുറിച്ചുള്ളതായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രസംഗങ്ങളുമെല്ലാം തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ചുമെല്ലാം ഒരുപാട് വലിയ റാലികൾ സംഘടിപ്പിച്ചില്ലേ. ഖുർആൻ പറയുന്നത് കലിമത്തു ഷഹാദ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കലിമത്തു ഷഹാദ ഒരു വൃക്ഷത്തോടാണ് ഉപമിച്ചത്. പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനം കലിമത്തു തൗഹീദാണ്. അതിനെ അല്ലാഹു ഉപമിച്ചത് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തോടാണ്. ഖുർആൻ പറയുന്നു, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ തുതി ഉകലഹാ കുല്ലഹീൻ ബിഇذن റബ്ബിഹാ വയദ്രിബുല്ലാഹു അൽ-അംസാല ലിൻ-നാസി ലഅല്ലഹും യതദക്കറൂൻ. ഒരു അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് അവന്റെ തൊഴിലിന്റെ വേതനം അവന്റെ വിയർപ്പൊടുങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അധ്വാനമില്ലാതെ ജീവിക്കുന്നവൻ അവൻ ദുർബലനാണ്. അവൻ എന്താണ്? ദാരിദ്ര്യം പിടിച്ചു വാങ്ങിയവനാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമമുണ്ട്. എന്താണ് വിഷമം? എനിക്ക് മറ്റുള്ളവനെ പോലെ സമ്പത്തില്ല, ഞാനത് ചെയ്യണ്ട. വളരെ
ദുർഗുണനാണ് അവൻ. എന്തുകൊണ്ടാണ് എല്ലാവരും ഹദിയയും സദഖയും ദാനധർമ്മങ്ങളും ചെയ്യുമ്പോ ജോലിയില്ല, കൂലിയില്ല, പണിക്കും പോവാതെ വീട്ടിൽ കയറിയിരിക്കുന്നവന് അവൻ ദാനം ചെയ്യുന്നില്ല? എല്ലാവരും ഒരു കല്യാണത്തിന് പോകുമ്പോ പാവപ്പെട്ടവന്റെ പെൺകുട്ടിയെ കെട്ടിക്കുമ്പോ അവന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയുടെ നിക്കാഹല്ലേ, കല്യാണമല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കവറിലിട്ട് 500 രൂപ ബിസ്മി ചൊല്ലി കൊടുക്കുമ്പോൾ പാവപ്പെട്ടവൻ പറയുന്നു, ഞാൻ കല്യാണത്തിന് പോകുന്നില്ല, വിളിച്ചിട്ടുണ്ട്, പക്ഷേ പൈസ കൊടുക്കാനില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെയും പിന്നെയും അവൻ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് എടുത്തു ചാടുകയാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് 500, 1000, 2000 എത്ര ബിസ്മീൻ ചൊല്ലി നിങ്ങൾ കൊടുത്താലും അത് സ്വതക്കയാണ്, അത് ഹദിയയാണ്, നിങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മമാണ്. വെള്ളിയാഴ്ച നിങ്ങളുടെ മുന്നിലൂടെ വരുന്ന ബക്കറ്റിലേക്ക് നിങ്ങൾ പൈസ നിക്ഷേപിക്കൽ, അത് സമ്പന്നനായിട്ടല്ല, വലിയ മുതലാളിയായിട്ടല്ല, ഈ ദീനി സ്ഥാപനം ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്. നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക എടുത്ത മുന്നിൽ വരുന്ന ആ പാത്രത്തിൽ നിക്ഷേപിക്കുക എന്നതൊരു മഹത്തായ ഔദാര്യമാണ്. പിന്നെയോ എവിടെയും ജോലിയും കൂലിയും ഇല്ലാത്തവന്റെ മനസ്സിങ്ങനെ എന്താണ് കുടുസായി 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 വരുന്നു. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ കാര്യം. അങ്ങനെ സൂറത്തു ഇബ്രാഹിം പറയുന്നു, മനുഷ്യനെ പടച്ചതായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മുസ്ലിമാവാനുള്ള കലിമത്തു ത്വയ്യിബയുണ്ടല്ലോ, ആ കലിമത്തു ത്വയ്യിബ ഉദാഹരിച്ചത് ഒരു വൃക്ഷത്തോടാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് മത്ലല്ലദീന കഫറു അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വമാ, എന്താണ് ഖുർആൻ പറയുന്നു? മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതെല്ലാം ഭരണാധികാരികൾ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നത്, എന്തെല്ലാം പ്രയാസങ്ങൾ തന്നുകൊണ്ടാണ് മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നത്. എന്തെല്ലാം പ്രയാസങ്ങൾ തന്നുകൊണ്ട് വേട്ടയാടിയാലും മുസൽമാന്റെ ഈമാനിന്, അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ഈമാനിനൊരു വ്യതിചലനം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയുമോ? ഖുർആൻ പറയുന്നു, അല്ലാഹു തആല നല്ല വചനത്തിന് എങ്ങനെയാണ് ഉപമ നൽകിയിരിക്കുന്നത് എന്ന് നീ കണ്ടില്ലേ? അതൊരു നല്ലൊരു മരം പോലെയാണ്, അതിന്റെ മുരട് ഉറച്ചു നിൽക്കുന്നതും അതിന്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ്. നല്ല ഒരു വൃക്ഷം, അതിന്റെ വേരുകളെല്ലാം അല്ലെ, നമ്മുടെ ഇവിടെയുള്ള വലിയ വലിയ മരങ്ങൾക്ക് ആരെങ്കിലും നമ്മൾ വെള്ളം ഒഴിക്കാറുണ്ടോ? അത് അതിന്റെ വെള്ളം ഇങ്ങനെ അന്വേഷിച്ച് അതിന്റെ നാരായ വേര് നല്ല സെണ്ണാണ്, സുഭിക്ഷമായി വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ചെന്ന് നിന്നാൽ ആ വെള്ളത്തിന് നല്ല, ആ വൃക്ഷത്തിന് നല്ല വളവും വെള്ളവും ചൂടും പ്രകാശവും എല്ലാം കിട്ടി അതിങ്ങനെ ഒരു വടവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു വൃക്ഷത്തോടാണ് കലിമത്തു ത്വയ്യിബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത്. അസ്ലുഹാ സാബിത്തൂൻ, അതിന്റെ ചുവട് നല്ല ഉറച്ചതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ നിൽക്കുന്നത് ആകാശത്തിലേക്കാണ്. എത്ര കഠിനമായ ചൂടും നമുക്കൊരു 5 മിനിറ്റ് ചൂടിൽ കൊടും ചൂട് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന വേറെ വൃക്ഷങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇവിടെ നിൽക്കുന്ന ആഞ്ഞിലിമരവും തെങ്ങും എത്രമാത്രം ചൂട് അതിനെ കേൾക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു പച്ച കളറിൽ നിൽക്കുന്ന ഒരു വൃക്ഷത്തിലേക്ക് ഉദിക്കുന്ന ചൂട് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതിങ്ങനെ ചൂടത്ത് തന്നെ നിൽക്കണം. എത്ര ചൂടേറ്റാലും പറയാറുണ്ടല്ലോ, തീയിൽ വാടിയത് വെയിലത്തെന്നാണ്, തീയിൽ ഉദിച്ചത് വെയിലത്ത് വാടൂല.
ഇതുപോലെയാണ് കലിമത്തു ത്വയ്യിബ. എത്ര പ്രയാസങ്ങളും ചൂടും വിഷമങ്ങളും സഹിക്കേണ്ടി വന്നാലും അതങ്ങനെ തന്നെ നല്ല വടവൃക്ഷമായി ഇങ്ങനെ നിൽക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. മാത്രമല്ല അതിന്റെ മുരട് ഉറച്ചു നിൽക്കുന്നതും അതിന്റെ ശാഖകൾ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതുമാണ്. തൂത്തി ഉക്കലാ കുല്ലഹീൻ ബിഇദ്നി റബ്ബിഹാ വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. അതിന്റെ രക്ഷിതാവ് ഉത്തമനെന്ന ഉത്തരവനുസരിച്ച് അത് എല്ലാ കാലത്തും അതിന്റെ ഫലം നൽകിക്കൊണ്ടിരിക്കും. മനുഷ്യൻ അവർ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു തെങ്ങ് നമ്മുടെ വാപ്പാടെ ചെറുപ്പത്തില് വല്യാപ്പ ചെറുപ്പത്തിൽ വെച്ചതാണ്. വല്യാപ്പ മരിച്ചുപോയി, വാപ്പയും മരിച്ചുപോയി. ഇപ്പോഴും ആ തെങ്ങിൽ നിന്നും തേങ്ങ കിട്ടാറുണ്ട്, അതിൽ നിന്നും മടലുകൾ കിട്ടാറുണ്ട്. ആ തേങ്ങ കൊണ്ട് വെളിച്ചെണ്ണ ആട്ടി ഉപയോഗിക്കാറുണ്ട്. ഇതാണ് പരിശുദ്ധമായ കലിമത്തു ത്വയ്യിബ. സമൂഹത്തിലെ ജനങ്ങൾ മാറി മാറി വന്നാലും ഈ സമുദായത്തിലെ ജനങ്ങളെല്ലാം പോയി മറ്റൊരു സമുദായം ഇവിടെ വന്നാലും 114 മുമ്പ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കലിമത്തു ത്വയ്യിബ അനുസരിച്ച് ജീവിക്കുന്നവനെ നിനക്കൊന്നിനെയും പേടിക്കേണ്ടതില്ല. ഹിജാബ് നിരോധനം വന്നപ്പോഴും ബീഫ് നിരോധനം വന്നപ്പോഴും മദ്രസ സമയം മാറ്റണമെന്ന് പറഞ്ഞപ്പോഴും ഇവിടെ എന്താണ് വഖഫ് ബോർഡ് ബില്ലിനെ കുറിച്ച് ജനങ്ങൾ എന്താണ് മുസ്ലിമീങ്ങളുടെ സ്വത്തുകൾ നിയമാനുസൃതമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതുപോലെ തന്നെ എന്താണ് ലവ് ജിഹാദ് ആരോപിച്ചപ്പോഴും ഇതുപോലെ തന്നെ NRCയും CAAയും ഇവിടെ കൊണ്ടുവന്നപ്പോഴും തീർന്നില്ല മുസ്ലിമേ. പിന്നെയുമുണ്ട് ബീഫ് കൈവച്ചം വച്ചതിന്റെ പേര് മുസ്ലിമീങ്ങളെ നിഷ്ഠൂരമായി കൊല ചെയ്യുമ്പോഴും അതാ പള്ളികളും തീങ്ങാനകളും ബുൾഡോസർ രാജ് കൊണ്ട് മുസ്ലിമീങ്ങളുടെ വീടുകൾ തകർക്കുമ്പോഴും മുത്തലാഖ് വിഷയങ്ങൾ ഇവിടെ വന്നപ്പോഴും മുസ്ലിമീങ്ങൾ പതറിയില്ല. അതുപോലെ തന്നെ ഹലാല് ഭക്ഷണം വിളമ്പി തുപ്പിയിട്ടാണ് മുസ്ലിമീങ്ങൾ ഹലാല് ബോധ വെച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴും തീർന്നില്ല, പിന്നെയുമുണ്ട്. ഇവിടെ എന്താണ് ഇവിടെ മുസ്ലിമിന് നിരോധനെതിരായി വരുന്ന ഇവിടത്തെ മുസ്ലിം സമുദായത്തിനെതിരായി വരുന്ന ഓരോരോ നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴും മുസ്ലിമുകൾ പേടിച്ചില്ല. അവർ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് ഐക്യത്തിലൂടെയാണ്, ഒത്തൊരുമയിലൂടെയാണ്. പൗരത്വം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ദേശീയ പതാകക്ക് കീഴിൽ അണിനിരന്നപ്പോഴും ഇവിടെയുള്ള സർക്കാരുകൾ തോറ്റ ചരിത്രമാണുള്ളത്. അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇവിടത്തെ 4 പണ്ഡിത സഭകൾ 2 സമസ്തയും സംസ്ഥാനയും ദക്ഷിണയും കൂടിയുള്ള 4 അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെയും സാദാത്തുകളുടെയും എന്താണ് കീഴിലായി അവരുടെ പിന്നിലായി ഇവിടത്തെ സർക്കാരുകളെ ബോധിപ്പിക്കാൻ, ഇവിടത്തെ ഭരണകൂടങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ വരുന്ന ഞായറാഴ്ച 4 മണിക്ക് ഇന്ത്യ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തെ പണ്ഡിതന്മാരുടെയും ആലിമീങ്ങളുടെയും സയ്യിദാത്തുകളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്ന കരിനിയമത്തിനെതിരെ ശക്തമായ ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്, ശക്തമായ മഹാസമ്മേളനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാവരും അതിൽ ഭാഗവത്താകണം. ഈ നാട്ടിലെ എല്ലാവരും മുസൽമാന്റെ നാരായ പേരിൽ കയറി പിടിച്ചു ഇനി അവന്റെ വഖഫ് സ്വത്ത് നിയമാനുസൃതം ഇവിടുത്തെ ഭരണകൂടങ്ങൾ കയ്യേറാൻ പോകും. ഇത്രയും കാലം നമ്മളെ ആക്രമിച്ചത് ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് നമ്മളെ എന്താണ് ഈ മുസ്ലിമീങ്ങളെ വല്ലാത്ത വിഷമിപ്പിച്ച ഒരു കാര്യമാണ് മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മദ്രസ നിർത്തലാക്കുക. അപ്പോഴേക്കും ഉത്തരേന്ത്യയിൽ 200 മദ്രസ അങ്ങോട്ട് പറയാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. വാപ്പ മരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുക, കട്ടിലെടുക്കാന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി.
മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും യോഗി ആദിത്യനാഥ് ഒരു 250 മദ്രസകൾ അങ്ങോട്ട് കൂട്ടി സീൽ വെച്ചു. മുസ്ലിമീങ്ങൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരുടെ വീട് മാത്രം തെരഞ്ഞെടുത്തു പോയി ബുൾഡോസർ രാജുകളുടെ വീട് അങ്ങോട്ട് പൊളിച്ചു കളയുക. കഴിഞ്ഞ ദിവസം നിരപരാധിയായ വയനാട് ജില്ലയിലെ മനോരോഗിയായ അഷ്റഫ് എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനാണ് പാക് അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാവത്തിനെ തല്ലിക്കൊന്നത്. ഒരു മനുഷ്യനും ഇവിടെ ചോദിക്കാനില്ല, നിരപരാധിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. മുസൽമാനെതിരെ ഇവിടുത്തെ മീഡിയകൾക്ക് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. മുസ്ലിമീങ്ങളെ തീവ്രവാദിയും ഭീകരവാദിയുമാക്കാൻ ഇവിടത്തെ വാർത്താ മാധ്യമങ്ങൾ വെമ്പൽ കൊള്ളുകയാണ്. എവിടെയാണ് മുസൽമാന്റെ പേരുള്ളത്? എവിടെയാണ് മുസൽമാനെ പിടിക്കുന്നത്? അവനെ ഭീകരവാദിയും. കഴിഞ്ഞ ദിവസമാണ് സിനിമാ മേഖലയിലെ 2-3 പ്രശസ്തരായ സംവിധായകരെ പത്രത്തിന്റെ ഫ്രണ്ടിൽ തന്നെ മുസ്ലിമീങ്ങളായതുകൊണ്ട് വലിയ പേരിൽ തന്നെ അവരെ പബ്ലിക്കാക്കി. ഇതെല്ലാം മുസ്ലിമീങ്ങൾ നേരിടുന്നത് അവരുടെ ഈമാൻ എന്ന ശക്തി കൊണ്ടാണ്, അവരുടെ വേര് ഭൂമിയിൽ ഉറച്ചത് കൊണ്ടാണ്. എത്ര ശക്തിയായി മുസൽമാനെ ആക്രമിച്ചാലും, കഅബാലയത്തെ ആക്രമിച്ചല്ലോ, മുസ്ലിമീങ്ങളെ കൊടിയ പീഡനം കൊണ്ട് കഅബാലയത്തിൽ ഒരു ഒരു നിയമം കൊണ്ടുപോയി ഞങ്ങൾ തൂക്കിയിട്ടു. മുസ്ലിമീങ്ങളുമായി മക്ക നബി തങ്ങൾ എത്ര പ്രയാസം, ജനിച്ച നാട്ടില് 53 വയസ്സ് വരെ ജീവിച്ച മക്ക രാജ്യത്ത് ശത്രുക്കൾ എന്താണ് കഅബാലയത്തിൽ കൊണ്ടുപോയി ഒരു നോട്ടീസ് ബോർഡ് അങ്ങോട്ട്. അവരുമായി എന്ത് ചെയ്യാൻ പാടില്ല? മുസ്ലിങ്ങളുമായി കല്യാണം കഴിക്കാൻ പാടില്ല. അവിടുത്തെ ഒരു പെണ്ണിനെ ഇങ്ങോട്ടും കെട്ടിക്കാൻ പാടില്ല. ഇവിടുന്ന് ഒരാൾ അവിടുന്ന് കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെയോ നബി തങ്ങളുടെ കുടുംബം അവരുമായി ഒരു വിധത്തിലുള്ള കച്ചവടങ്ങൾ, ക്രയവിക്രയങ്ങൾ, കടകളിൽ സാധനം മേടിക്കുന്നൊന്നും കൊടുക്കാൻ പാടില്ല. ഉപരോധം ഏർപ്പെടുത്തി മക്ക മുശ്രിക്കുകൾ നബി തങ്ങൾക്ക്. വളരെ പ്രയാസപ്പെട്ടു പോയി നബി തങ്ങൾ. സ്വന്തം നാട്ടിൽ കുടുംബക്കാര് പട്ടിണി കിടന്ന് വിഷമിച്ച് പ്രയാസപ്പെട്ട് 53 വയസ്സ് വരെ ജനിച്ച മണ്ണിൽ പ്രയാസം കൊണ്ട് ഒരാള് 53ാമത്തെ വയസ്സിൽ നാട് വിടുമ്പോ എന്ത് പ്രയാസം ഉണ്ടാവും? ഇതിനേക്കാൾ പ്രയാസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസൽമാന്റെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ നമ്മൾ സംഘടിപ്പിച്ച് ഒരുമിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സംഘടിപ്പിക്കുക? അതുകൊണ്ട് വരുന്ന ഞായറാഴ്ച എല്ലാവരും നിർബന്ധമായി മെയ് 4-ാം തീയതി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാധാനപരമായ വഖഫിനെതിരെയുള്ള മഹാസമ്മേളനമാണ്. വിജയിപ്പിക്കേണ്ടത് ഓരോ നാട്ടിലെയും ജനങ്ങളാകുന്ന എന്റെയും നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ്. അതിനുവേണ്ടി എല്ലാ മഹല്ലുകളിൽ നിന്നും വണ്ടികൾ അറേഞ്ച് ചെയ്ത് പോകുന്ന സംവിധാനം ഒരുക്കണമെന്നാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സാമ്പത്തികമായി ജുമാ നിസ്കാരം കഴിഞ്ഞെന്നും പോകുന്നവർ അതിലേക്ക് ഭീമമായ ഒരു തുക സഹായം ചെയ്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളാൽ കഴിയുന്ന ഒരു തുക നമ്മൾ സഹായം ചെയ്തു കൊടുക്കണം. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവർ നമ്മുടെ വെള്ളക്കാമറ്റം ഷാനവാസിക്കായും അവരുടെ കുടുംബവും, അതുപോലെ ചേറാടിമൂല ഫരീദ് സാഹിബും അവരുടെ കുടുംബവും, പിന്നെ നമ്മുടെ കമാലിയ ഇബ്രാഹിം സാഹിബും അവരുടെ കുടുംബവും, പിന്നെ നമ്മുടെ അലിയാർ സാർ, ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ ഓരോരുത്തരും നന്നായി ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ പ്രതിനിധികളായി അവർക്ക് ആ പുണ്യഭൂമിയിൽ ചെന്ന് പരിപൂർണമായ കഅബാലയത്തെ തവാഫ് ചെയ്ത് നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ എല്ലാ മാസവും നടത്തി വരുന്ന നമ്മുടെ സ്വലാത്തിന്റെ വാർഷികമാണ്. ആ പരിപാടിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഈ വരുന്ന ഞായറാഴ്ച അതുകൊണ്ട് സ്വലാത്തില്ല. ആ സ്വലാത്ത് വാർഷികമായി നമ്മൾ വച്ചിരിക്കുന്നത് മെയ് 9, 10, 11 വെള്ളി, ശനി, ഞായർ തീയതികളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ ജമാഅത്തിന്റെ അങ്കണത്തിൽ സ്വലാത്ത് വാർഷികവും മതവിജ്ഞാന സദസ്സും സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ ആ സമാപന ദിവസമായിരിക്കും ഈ മാസത്തെ സ്വലാത്ത്. അതെല്ലാവരും ഓർത്തിരിക്കുക.
അതിലേക്ക് പ്രഗത്ഭരായ കേരളത്തിലെ ഉജ്ജ്വല വാഗ്മിയും അതുപോലെ ഡോക്ടറേറ്റുമുള്ള ഹാഫിള് ജുനൈദ് ജൗഹരിയാണ് ഒരു ദിവസം പ്രസംഗത്തിന്, മറ്റൊരു ദിവസം നമ്മുടെ മുഹമ്മദ് സഹൽ ഫൈസി ഒടക്കാലി, അതുപോലെ നമ്മുടെ ദുആ സമ്മേളനത്തിന് വരുന്നത് ബഹുമാനപ്പെട്ട സൈഫുദ്ദീൻ തങ്ങൾ ഫൈസി അൽ ബുഖാരി ഉള്ളവര് അവരുകളൊക്കെയാണ്. അപ്പൊ ആ പരിപാടിയിലേക്ക് നാം ഓരോരുത്തരും നമ്മുടെ വീട്ടിലെ സ്വന്തം പരിപാടിയാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ആരും മാറി നിൽക്കാതെ പരിപാടിയിലേക്ക് വരികയും പൂർവാധികം ഭംഗിയായി അതിൽ സഹകരിക്കുകയും സഹായിക്കുകയും എല്ലാ നിർദ്ദേശങ്ങളും നൽകണമെന്ന് വിനീതമായി ജമാഅത്തിന്റെ ഇമാം എന്ന നിലക്ക് നിങ്ങളോട് ഉണർത്തുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ദുആ ചെയ്യാൻ കിണർ താത്തുന്നുണ്ട്, അതിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ 500 രൂപ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ പള്ളിയിൽ കിണർ താത്തുന്നുണ്ട്? കിണർ താത്തി വെള്ളം കിട്ടിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സയ്യിദ് സമദ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം സ്ഥാനം കണ്ട് ഒരു കുറ്റിയടിച്ച് 7.5 കോലിൽ വെള്ളം കാണുന്നു പറഞ്ഞു. 7.5 കോലിൽ തന്നെ വെള്ളം കണ്ടു. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതിലേക്ക് സാമ്പത്തികമായി സഹായിച്ച ഒരു സഹോദരൻ 500 രൂപ തന്നിട്ടുണ്ട്, നീ സ്വീകരിക്കണം അല്ലാഹ്. സ്ഥലം വാങ്ങുന്നതിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരൻ 25,000 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ സുഖമില്ലാത്ത മകന് വേണ്ടി ദുആ ചെയ്യാൻ ആ അദ്ദേഹത്തിന്റെ ഉപ്പ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ, സ്ഥലം വാങ്ങുന്നതിലേക്ക് മറ്റൊരു സഹോദരൻ സുഖമില്ലാതിരിക്കുകയാണ്, ദുആ ചെയ്യാൻ പ്രത്യേകമായി ഒരു സഹോദരൻ 5,000 രൂപ. അല്ലാഹു സ്വീകരിക്കണം റബ്ബേ. നമ്മുടെ പള്ളിയുടെ 2 കർട്ടൻ കൂടി സംഭാവന പ്രത്യേകമായി 2 കർട്ടൻ കൂടി തന്നിട്ടുണ്ടല്ലേ, അപ്പൊ അതിലേക്ക് പ്രത്യേകമായി ഒരു സഹോദരൻ സംഭാവന. പിന്നെ അത് മൊത്തത്തിലാക്കി കൂടെ, അതും കൂടി ആക്കി കഴിഞ്ഞ് നല്ല റാഹത്തായല്ലോ. പിന്നെ ഉള്ളി കയറുന്ന ആൾക്കാർ കുറെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി കാഴ്ച കാണുന്നതിന് അതും കൂടി അങ്ങോട്ട് ചെയ്യാനെങ്കിലും കേട്ടോ. ഗൾഫിലേക്ക് പോകുന്ന ഒരു സഹോദരൻ 500 രൂപ ദുആ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഒരു സഹോദരന്റെ പേരക്കിടാവ് പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദുബായിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി മറ്റൊരാൾ 200 രൂപ, അസുഖം ശിവയാകാൻ അതുപോലെ മകന്റെ വിസ റെഡിയാകുന്നതിന് വേണ്ടിയും 250 രൂപ, ഹജ്ജിന് പോകുന്ന ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാൻ പോകുന്ന ആളുകളെല്ലാം ഈ നാട്ടിലെ ഈ പറഞ്ഞ കുടുംബങ്ങൾ 3 കുടുംബം നല്ല രീതിയിൽ ദീനീ സ്ഥാപനങ്ങളെയും ദീനിനെയും സഹായിക്കുന്നവരാണ്. സാമ്പത്തികമായി അവരുടെ മുന്നിൽ ആര് ബന്ധപ്പെട്ടാലും നിരാശരായി മടക്കുന്നവരല്ല. ഈ പറഞ്ഞ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ഫരീദ് സാഹിബും ഷാനവാസിക്കായും അതുപോലെ കമാലിയ ഇബ്രാഹിം സാഹിബൊന്നും ഒരു മനുഷ്യനും ദീനിയായ ഒരു ആവശ്യത്തിന് വേണ്ടി വെണ്ടുവഴി മഹലിൽ വന്ന് ഈ 3 കുടുംബങ്ങളുടെ ഉംറത്ത് ചെന്നാൽ അവരൊന്നും മാത്രമല്ല, ആ കുടുംബങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവരാരും വെറുതെ വിടാവില്ല. നമ്മളൊക്കെ അതിനകത്ത് അനുഭവസ്ഥരാണ്. ഏതെങ്കിലും വിധത്തിൽ പള്ളിക്ക് തന്നെ ഒരു കർത്ത നമ്മുടെ സലീലിന്റെ വാപ്പ അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഈ കുടുംബം, നമ്മുടെ വെണ്ടുവഴി മൊത്തത്തിൽ പുറത്ത് അറിയപ്പെടുന്നത് മുൻഷിമാരുടെ നാടെന്നാണ്. വെണ്ടുവഴി മൊത്തത്തിൽ നമ്മൾ പുറത്തിങ്ങനെ ഒരുപാട് നടത്തുന്നവരുള്ളൂ. മുൻഷിമാരുടെ നാടെന്നാണ് ഈ വെണ്ടുവഴി അറിയപ്പെടുന്നത്. കുറെ അറബി സാർമാർ, റിട്ടയർഡ് അധ്യാപകർ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് എന്താണ്, ഇൽമിന്റെ കാര്യത്തില് എല്ലാ നിലക്കും സമ്പൂർണമായ ഒരു നാടാണ്. സാമ്പത്തികമായി ഈ നാട്ടിൽ വന്ന മുത്തഅല്ലിമീങ്ങളെയും കോളേജ് അധ്യാപകരെയും പ്രിൻസിപ്പാൾമാരെയും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അവര് പള്ളിയിലേക്ക് വരില്ലെങ്കിലും ചിലപ്പോൾ എന്താണ്, റമദാനിക്കെല്ലാം വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്നും ഈ വെണ്ടുവഴി സന്ദർശിച്ചു പോയവരുണ്ട്. എന്തിനാണെന്ന് അന്വേഷിക്കുമ്പോ അവരുടെ സ്ഥാപനത്തിന്റെ ദീനീ പിരിവിന് വേണ്ടി ഇവിടെ വന്നാൽ വെറും കൈയോടെ അവരെ വിടാറില്ല. അതിന്റെ ബറക്കത്താണ് പരിശുദ്ധമായ ഹജ്ജിന് വീണ്ടും 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 ആ പുണ്യഭൂമിയിലേക്ക് പോകാനുള്ള ത്വാഅത്തും കഴിവും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു കൊടുക്കുന്നത്. എന്നും അത് നിലനിർത്തും
നിലനിർത്തട്ടെ. അതിന്റെ ബറക്കത്ത് അവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ജോലിയിലും കുടുംബജീവിതത്തിലും എല്ലാം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുർറാഹിമീനായ അല്ലാഹ്, രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, അല്ലാഹുവേ സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000 രൂപ കൊടുത്തിട്ടുണ്ട്. നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്, മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. എന്തെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ സ്വതക്കയുടെ മഹത്വം കൊണ്ട് നീ സലാമത്തലാക്കണേ അല്ലാഹ്. മറ്റൊരു സഹോദരൻ 10,000 രൂപ അല്ലാഹുവേ നിന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടിയാണ് ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ജനിക്കുന്ന കുഞ്ഞോമനകൾ മനുഷ്യരായ മരണപ്പെടുന്നവർക്ക് അന്ത്യവിശ്രമം കൊള്ളാനുള്ള സ്ഥലം വാങ്ങുന്നതിലേക്കാണ് ജാരിയായ സദഖയാക്കണേ അല്ലാഹ്. ആരെയും പാഴാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ സുഖമില്ലാതിരിക്കുന്നു, ദുആ ചെയ്യാൻ 5000 രൂപ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് കബൂലാക്കണേ അല്ലാഹ്. ജുമായുടെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണേ റബ്ബേ. എന്തെന്ത് രോഗമാണെങ്കിലും നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നമ്മുടെ പള്ളിയുടെ 2 കർട്ടനും കൂടി സംഭാവന ചെയ്തു, മറ്റൊരു കർട്ടൻ കൂടി ഒരു സഹോദരൻ സംഭാവന ചെയ്തു, സ്വീകരിക്കണേ അല്ലാഹ്. ജാരിയായ സദഖയാക്കണേ അല്ലാഹ്, ഉപകാരപ്പെടുന്ന സദഖയാക്കണേ റബ്ബേ. ദീനിനു വേണ്ടി ചെയ്യുന്ന ഓരോ സദഖയും നീ സ്വീകരിക്കണേ റബ്ബേ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ കുടുംബത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ നീക്കണേ അല്ലാഹ്, പ്രയാസങ്ങളെ നീക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗൾഫിലേക്ക് പോകാൻ ഒരു സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, 500 രൂപ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, പേരക്കിടാണ് ദുബായിലേക്ക് പോകുന്നു, ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ഹലാലായ ജോലി കൊടുക്കണേ അല്ലാഹ്, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ ഉതകുന്ന ജോലി കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, സ്വതക്കകൾ ചെയ്തവരുണ്ട്, സ്വീകരിക്കണേ റബ്ബേ. ആ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മക്കൾ ചെയ്യുന്ന സ്വതക്കകൾ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ കബറിടങ്ങൾ നീ പ്രകാശം കൊണ്ട് അലങ്കരിക്കണേ അല്ലാഹ്. സ്വർഗീയ കവാടങ്ങൾ അവരുടെ കബറുകളിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. അസുഖങ്ങൾ മാറാൻ വേണ്ടിയും മകന്റെ വിസ റെഡിയാകുന്നതിന് വേണ്ടിയും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെന്ത് തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങൾ നീ മാറ്റി കൊടുക്കണേ റബ്ബേ. എന്തെന്ത് രോഗമാണെങ്കിലും ആ രോഗങ്ങൾ നീ ശിഫയാക്കണേ റബ്ബേ. ഈ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. കൺകുളിർമേ കഅബാലയം കണ്ടുകൊണ്ട് ഈ നാട്ടിലുള്ള ഞങ്ങൾക്ക് വേണ്ടി, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ അല്ലാഹ്.